പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ സാക്ഷ്യം വരാൻ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. ഞാൻ 2024 നവംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി കറക്റ്റായിട്ട് ഞാൻ തന്നെ ഉടമ്പടി പാലിച്ച് ഏറ്റവും സ്പീഡിൽ തന്നെ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി. ഞാൻ കറക്റ്റായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ പഠിക്കാൻ പോകുന്ന എറണാകുളത്താണ്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് തിങ്കളാഴ്ച രാവിലെ പോകുമ്പോൾ ഞാൻ പത്രമായിട്ടാണ് പോകുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പത്രം കൊടുക്കുമായിരുന്നു. കറക്റ്റായിട്ട് പ്രേക്ഷിത പ്രവർത്തനം, ധ്യാനം കൂടുമായിരുന്നു, ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു. രാവിലെ അച്ഛൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ ടൈമിലാണ് ഞാൻ VFSന് പെട്ടെന്ന് പാസ്സായി. എനിക്ക് VFSന് അപ്പോയിൻമെൻറ്റ് കിട്ടി. ആ ഒരു കുറച്ച് നാളത്തെ 2-3 മാസം ഞാൻ ഉടമ്പടി നല്ലപോലെ ഉഴപ്പിയായിരുന്നു. ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, പ്രാർത്ഥിക്കുന്നൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ VFSന് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. ജനുവരി 13 എനിക്ക് VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി വെച്ച്. പക്ഷേ എനിക്ക് പേപ്പറിന് ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് എനിക്ക് റിജക്ഷൻ അടിച്ച് വന്നു. 14ാമത്തെ ദിവസം എനിക്ക് റിജക്ഷൻ വന്ന് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛനെന്നെ നല്ലപോലെ വഴക്ക് പറഞ്ഞു. ഇവിടെ അറ്റത്തിരിക്കുന്നവർ വരെ കേട്ടാൻ അച്ഛൻ വഴക്ക് പറയുന്നത് ഉടമ്പടി പാലിക്കാത്ത കാരണമാണ്. ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കട്ടെ. അച്ഛൻ ചോദിച്ചു ആരാ ഈ ഉടമ്പടി എടുത്തത് എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ലപോലെ വഴക്ക് പറഞ്ഞു. ഞാൻ പിന്നെ പോയി 2ാമത് ഉടമ്പടി പുതുക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് ഏജൻസിയും പറഞ്ഞ് ഒന്നും കൂടെ നമുക്ക് വെക്കാം, പേപ്പറുകൾക്ക് ഒരു കുഴപ്പമില്ലാത്ത പേപ്പർ, പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ഞാൻ ഒന്നും കൂടെ വെച്ചോട്ടെ. അച്ഛൻ പറഞ്ഞ് കുഴപ്പമില്ല, വെച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മാർച്ച് 2-ാം തീയതി അപ്പോയിൻമെൻറ്റും 18-ാം തീയതി എനിക്ക് വിസയും വരണമെന്ന രീതിയിലാണ് പ്രാർത്ഥിച്ചത്. ഞാൻ കറക്റ്റായിട്ട് എല്ലാം പാലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് VFSൻ്റെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് വന്ന് 45 ദിവസം മാക്സിമം, അതിനുള്ളിലൊന്നും വിസ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ കറക്റ്റായിട്ട് 18-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച് ഡേറ്റ് ഒന്നും ഞാൻ മാറ്റിയില്ല. കറക്റ്റായിട്ട് 18-ാം തീയതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹത്താൽ മാർച്ച് 2-ാം തീയതി വെച്ച് 18-ാം തീയതി എനിക്ക് മെസ്സേജ് വന്ന് എൻ്റെ വിസ ഡിസ്പാച്ച്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അന്ന് തന്നെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നു. പക്ഷേ ഞാൻ പുതുക്കാത്ത കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടുത്തെ ആശുപത്രിയിൽ ചോറ് കൊണ്ട് കൊടുക്കും. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് പത്രവിതരണം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിയുന്നവരെല്ലാവരും ഞാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റാത്തവർക്കും അപ്പോയിൻമെൻറ്റ് ഇതല്ലാത്തവരെയൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് നന്ദി പറഞ്ഞതിന് ഒരായിരം നന്ദി. ഇനി അങ്ങോട്ടും അവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. പരിശുദ്ധമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ 2ാമത് ഇപ്പോൾ പുതുക്കിയപ്പോഴത്തേക്കും വെച്ചത് എനിക്ക് ഒരു ജീവിതത്തിൽ ഉടനീളം എനിക്ക് ഉടമ്പടിയിൽ പാലിക്കാനായിട്ടും ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കാൻ എന്നെ അനുവദിക്കരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്നത്. ഉടമ്പടിയിൽ എനിക്കിപ്പോൾ ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. ആഗ്നസ് എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഇയാൾ താരയിൽ പങ്കുവച്ചത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി ഈ മകൾ പരീക്ഷ എഴുതുകയും ഉടമ്പടി കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തനിക്കെല്ലാം സാധ്യമാണെന്ന് മനസ്സിലായപ്പോൾ ഉടമ്പടി ഉഴപ്പുകയും ആ സമയങ്ങളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്കായി വരികയും അങ്ങനെ അച്ഛൻ്റെ നല്ല കറക്ഷൻ കിട്ടിയിട്ടാണ് മകൾ ഇവിടെ നിന്ന് പോയി ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനും തുടങ്ങിയെന്നാണ് ആഗ്നസിന് പറയാനുള്ളത്. ഉടമ്പടി ഉഴപ്പിയവർക്ക് അനുഗ്രഹം പ്രാപിക്കുക ബുദ്ധിമുട്ടാണ് എന്ന് ആഗ്നസ് നമ്മോട് പറയുകയാണ്. ഡിസ്പാച്ചായ വിസയാണ് ഇവിടെ വന്ന് റിജക്ഷനായി കയ്യിൽ കിട്ടുന്നത്. വലിയ സങ്കടമുള്ള കാര്യമാണ്. ആഗ്നസിനെ മനസ്സിലായി ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള എൻ്റെ സ്നേഹബന്ധം കൂടുതൽ ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ജോലി കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യസാധ്യതകൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആഗ്നസിൻ്റെ ഇപ്പോഴുള്ള ഉടമ്പടി പുതുക്കിയപ്പോഴുള്ള ഒരു വലിയ നിയോഗം അത് തന്നെയാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഉടമ്പടിയിൽ തന്നെ വളരെ വിശ്വസ്തയോടുകൂടി ജീവിക്കാനുള്ള കൃപ തരണമേ എന്നാണ് ഈ മകളുടെ വലിയ നിയോഗമായി എഴുതി വച്ചിരിക്കുന്നത്. ആഗ്നസിന് കൃത്യമായും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് പ്രാപിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.